മലയാളം അടിസ്ഥാന പാഠാവലി ക്ലാസ് 8 ഏകകം കണ്ണു വേണം ഇരുപുറം എപ്പോഴും. പാഠഭാഗം കിട്ടും പണമെങ്കിലിപ്പോൾ. ഈ പാഠത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എന്താ തോന്നുന്നത്? ഇവിടെ ചിത്രം കണ്ടോ നിങ്ങൾ? അതെന്താ? പണാണ് അല്ലേ? അപ്പൊ ഈ പണം കൊണ്ട് നമ്മൾ എന്തൊക്കെ നേടും, എന്തൊക്കെ ചെയ്യും? പണം കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നമ്മൾ ധൂർത്തടിക്കും. അപ്പം അങ്ങനെ ധൂർത്തടിക്കാൻ പാടില്ല എന്നാണ് ആര് പറയുന്നത്? കുഞ്ചൻ നമ്പ്യാരും നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത് അല്ലേ? അപ്പം നമ്മൾ ഇന്നെടുക്കാൻ പോണ പാഠം കിട്ടും പണമെങ്കിലിപ്പോൾ എന്നുള്ള പാഠമാണ്. അപ്പോൾ അത് ആരെഴുതിയത് എന്നെല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കും. ആരെഴുതിയത് ഒന്ന് ഓർത്തു നോക്കിയേ. കുഞ്ചൻ നമ്പ്യാരാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? 1905 മെയ് 5 കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത്. നമുക്ക് ഓർത്തെടുക്കാൻ സുഖ അല്ലേ? 1905 ഉണ്ട്, മെയ് 5 ഉണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ എല്ലാവരും പഠിക്കില്ലേ? അത് കവിത്രയാണ്. നമുക്ക് പ്രാചീന കവിത്രയം എന്ന് പറയുമ്പോൾ 3 പേരുണ്ട്. പ്രാചീന കവിത്രയം ആരൊക്കെയാ? കുഞ്ചൻ നമ്പ്യാരെ, ചെറുശ്ശേരി, എഴുത്തച്ഛൻ. ആരാണ് 3 പേര്? എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിയേ. കുഞ്ചൻ നമ്പ്യാരെ, എഴുത്തച്ഛൻ, ചെറുശ്ശേരി. കിട്ടും പണമെങ്കിലിപ്പോൾ എന്ന് പറയുന്ന ആ ഒരു ഭാഗം ധ്രുവചരിതത്തിൽ നിന്ന് എടുത്തതാണ്. ധ്രുവചരിതം നമ്മളൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അത് കാണണം. എന്നാലാണ് ധ്രുവചരിതത്തിന്റെ കഥ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇനി നമ്മൾക്ക് 3 തരം തുള്ളലുണ്ട്. തുള്ളല് പഠിക്കാം നമുക്ക്. എങ്ങനെയാണ് തുള്ളല്? എല്ലാവരും തുള്ളൽ കണ്ടിട്ടുണ്ടോ? നമ്മൾ ക്ഷേത്രങ്ങളില്, അതുപോലെ ഓരോ സ്റ്റേജില്, ഇവിടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ സിനിമകളിൽ, അങ്ങനെ പലതരത്തിൽ നമ്മൾ എന്ത് കണ്ട ഫോണിൽ, ഇപ്പോൾ എല്ലാവരും ഫോണിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തുള്ളൽ കാണാൻ പറ്റും. അപ്പം ഈ 3 തരം തുള്ളലുകൾ ഏതാ? ഓട്ടൻ തുള്ളല്, ശീതങ്കൻ തുള്ളല്, പറയൻ തുള്ളല്. ശീതങ്കൻ തുള്ളലാണ് നമ്മുടെ എന്ത് വരുന്നത്? കിട്ടും പണമെങ്കിലിപ്പോൾ എന്ന പാഠഭാഗത്തിൽ വരുന്നത്. ശീതങ്കൻ തുള്ളലിനെ അറിയാനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ നിങ്ങൾക്ക്? അതിന് കുരുത്തോലൊക്കെ വെച്ചിട്ടായിരിക്കും. അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കും ഏതാണ് ശീതങ്കൻ തുള്ളലാണെന്ന്. ഇനി ഓട്ടൻ തുള്ളലാണെങ്കിൽ എങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കുക? മുഖത്ത് പച്ചൊക്കെ അങ്ങനെ ചായൊക്കെ തേച്ച് നമ്മുടെ ദീപസ്തംഭ മഹാശ്വര്യം എന്ന് പറഞ്ഞ ദിലീപിന്റെ ഒരു സിനിമയിൽ എന്തുണ്ട്? ഈ ഒരു വേഷം കെട്ടി ആടുന്നുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് സുപരിചിതമല്ലാത്ത ഒന്നാണ് ഏത്? പറയും തുള്ളൽ. അത് പെട്ടെന്നൊന്നും ആർക്കും അങ്ങനെ മനസ്സിലാവില്ല. പക്ഷെ നമുക്ക് അതിന്റെ വീഡിയോ കാണാം, അതുപോലെ ഫോട്ടോ കാണാം, ചിത്രങ്ങൾ കാണാം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമുക്കപ്പോൾ ഈ 3 തുള്ളലുകളും ഇന്ന് പരിചയപ്പെടാം. ഇനി എങ്ങനെയാണ് ഈ തുള്ളൽ വന്നതെന്ന് അറിയണ്ടേ നമുക്ക്? എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞുതരാം. ഒരു ദിവസം അമ്പലത്തിലെ എന്താണ് നടക്കുന്നുണ്ടായിരുന്നത്? ചാക്യാർ കൂത്ത് നടക്കുന്നുണ്ടായിരുന്നു. ആരാണ് ചാക്യാർ കൂത്ത് നടത്തുക? ചാക്യാരാണ് ചാക്യാർ കൂത്ത് നടത്തുക. അങ്ങനെ ചാക്യാർ കൂത്ത് നടത്തുമ്പോൾ മിഴാവ് കൊട്ടിക്കൊണ്ടിരുന്ന ആളാണ് ആര്? നമ്മുടെ കുഞ്ചൻ നമ്പ്യാര്. അങ്ങനെ കൊട്ടിയിരിക്കുന്ന സമയത്ത് കുഞ്ചൻ നമ്പ്യാർ എന്തുണ്ടായി? ഉറങ്ങിപ്പോയി. നമ്മളാണെങ്കിൽ ഉറങ്ങിപ്പോവോ കൊട്ടണ സമയത്ത്? ഇല്ലല്ലോ. പക്ഷെ എന്താണ്ടായി? കുഞ്ചൻ നമ്പ്യാര് ഉറങ്ങിയാ പോയി. ഒരാൾ ഉറങ്ങുന്ന കാണുമ്പോൾ നമുക്ക് എന്താ? ഉറക്കുന്നു കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ചിരിയൊക്കെ വരും അല്ലേ? അപ്പൊ നമ്മുടെ ചാക്യാർ എന്ത് ചെയ്തു? കുഞ്ചൻ നമ്പ്യാരെ പരിഹസിച്ചു. അത് കേട്ടിട്ട് കാണികളും എല്ലാവരും അങ്ങോട്ട് ചിരിച്ചു. അപ്പൊ എന്താണ്ടായി? നമ്മുടെ കുഞ്ചൻ നമ്പ്യാർക്ക് ആകെ വിഷമവും നാണക്കെടും എന്താ പറയാ, എല്ലാ സംഭവവും ഉണ്ടായി. അങ്ങനെ ആ ദിവസത്തിൽ തന്നെ എന്ത് ചെയ്തു? ഈ പരിഹാസ രൂപേണ നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ പരിഹാസത്തിൽ എഴുതുന്ന ആളാണല്ലോ. പരിഹാസത്തിൽ തന്നെ എന്തുണ്ടായി? നമ്മുടെ ഈ ഒരു തുള്ളൽ കൃതി ഉണ്ടായി. അങ്ങനെയാണ് തുള്ളല് ഉണ്ടായത്. അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം.